പണ്ഡിതന്മാരും പല ശാസ്ത്രന്മാരും ശാസ്ത്രം നമ്മളല്ലേ കൈയാളിയിരുന്നത്. നിർഭാഗ്യവശാൽ ഇടക്കാലത്ത് രക്ഷപ്പെട്ടു പോയതല്ലേ. ഞാൻ നേരത്തെ ദിക്ശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ പഠിക്കാൻ അത്യാവശ്യമാണ്. അതൊരു ഫിഖാണ്. നിസ്കാരത്തിന്റെ ഷർത്ത് 5. ഒരു ഷർത്താണ് ആ വഖത്തറിയൽ, മറ്റു ഷർത്താണ് കിബില കണ്ടുപിടിക്കൽ. ഈ രണ്ടും കൂടി പഠിക്കേണ്ട ശാസ്ത്രമാണ് ദിക്ശാസ്ത്രം. ഇന്ന് മിക്ക കോളേജുകളിലും അത് പഠിപ്പിക്കുന്നില്ല. നിസ്കാരത്തിൽ 2 ഷർത്താണ്. അത് മാത്രമല്ല പഠിക്കാമല്ല. ഗോളശാസ്ത്രം പഠിക്കേണ്ട പോട്ടെ. ഗോളശാസ്ത്രം അങ്ങോട്ട് പഠിക്കുമ്പോൾ പല പ്രശ്നം ഉണ്ടാക്കാം. ദശലമിലാക്ക പറയുന്നത് സൂര്യനാണ് ഭൂമിയെ ചുറ്റുന്നത്. ശാസ്ത്രം പറയുന്നു സൂര്യനല്ല, നേരെ എതിരാണ്. ഭൂമിയാണ് ചുറ്റുന്നത് സൂര്യനെ. ഇങ്ങനല്ല. സൂര്യൻ ഭൂമിയെ ചുറ്റിയാലും ഭൂമി സൂര്യനെ ചുറ്റിയാലും നാളെ രാവിലെ ഇവിടെ എത്ര മണിക്കാണ് ഉദിക്കുക കണക്ക് ഒരേ കണക്കാ. സൂര്യൻ ഭൂമിയെ ചുറ്റട്ടെ, ഭൂമി സൂര്യനെ ചുറ്റട്ടെ, ഒരു പ്രശ്നമില്ല. ഇവിടെ നാളെ രാവിലെ എത്ര മണിക്ക് ഉദിക്കും എന്നീ 2 കണക്ക് പ്രകാരം കണ്ടുപിടിക്കാൻ യാതൊരു തെറ്റുണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ ഡെസിമൽ തെറ്റുണ്ടാവാം, 0.0 ഡെസിമൽ തെറ്റുണ്ടാവാം. അതേപോലെ നമ്മളിവിടെ അങ്ങോട്ടാണ് കിബില, നേരെ വെസ്റ്റ് എത്ര ഡിഗ്രി വടക്കോട്ട് പോകണം ഇത് കണ്ടുപിടിക്കണം. എന്നാലും നിസ്കാരം സഹിയാവുകയുള്ളൂ. ആരെങ്കിലും ഉണ്ടാക്കി ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാതൃകാപരമായ പഠനം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഭാഷ മാത്രമല്ല, മതം മാത്രമല്ല, എന്നാൽ എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാ മേഖലകളിലും തിളങ്ങാൻ കഴിയുന്ന, നേടിയ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന മാതൃകാ വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിന്യസിച്ചുകൊണ്ട് മതത്തെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും ലോകമെമ്പാടും ഉയർത്തിപ്പിടിക്കുവാനും ഇവിടെ നിന്ന് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നുണ്ട്, അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ സ്ഥാപനത്തിൻ്റെ പിറവിക്ക് വേണ്ടി പ്രയത്നിക്കുകയും നമ്മോട് വിട പറയുകയും ചെയ്ത മഹൽ വ്യക്തിത്വങ്ങൾ, ഇന്നതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതരും കഴിഞ്ഞ 25 വർഷത്തെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നമുക്കെല്ലാം അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും അവ നൽകുന്നതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന വർഷങ്ങളിലേക്ക് കൂടി അവിടെയും ഈ ചെമ്മാട് മഹത്തായ ഈ സ്ഥാപനം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ കേരളത്തിലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരനുഭവമാണ് സമൂഹത്തിന് നൽകിയത്. മഹത്തായ ഒരു ധാർമ്മിക വിപ്ലവത്തിനാണ് ഇവിടം നേതൃത്വം കൊടുത്തത്. ആ വിപ്ലവത്തിന് ഉപയോഗിച്ച ആയുധം വിദ്യാഭ്യാസമായിരുന്നു. വിജ്ഞാനം എന്ന ആയുധം കയ്യിലെടുത്തുകൊണ്ട് സമൂഹ മാറ്റത്തിനു വേണ്ടി ഒരു വലിയ ആത്മീയ ധാർമ്മിക വിപ്ലവത്തിന് ഈ മണ്ണിൽ നിന്ന് നേതൃത്വം കൊടുക്കുകയാണ് കഴിഞ്ഞ 10-25 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം ഞാൻ ആഗ്രഹിക്കുന്നു. ഒട്ടേറെ പരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തീർച്ചയായും ഇത് പുതിയൊരു ഊർജത്തിന്റെ വേദിയാണ്. വിദ്യാഭ്യാസത്തെ ധാർമ്മികതയുടെ നൂലകളിലൂടെ കരുത്തുറ്റതാക്കി ഭൗതിക ലോകത്ത് ധാർമ്മികത മുറുകെ പിടിച്ച് ആത്മീയത മുറുകെ പിടിച്ച് വളർന്നു വരുന്നൊരു തലമുറക്ക് ജന്മം കൊടുക്കുന്നൊരു പ്രദേശം എന്ന രീതിയിൽ ഈ 13 ഏക്കർ സ്ഥലത്തിന് ലോകത്തോളം വിസ്തൃതിയുണ്ട് എന്ന് ഞാൻ കണക്കാക്കുകയാണ്.
ഒരു കാലത്ത് മലയാളിയെ പറ്റി പറഞ്ഞിരുന്നത് പോലെ ചന്ദ്രനിൽ പോയി നിന്നാലും ഒരു മലയാളിയെ കണ്ടെത്താൻ കഴിയും, അവിടെ ഒരു ചായക്കട ഇട്ടിട്ടുണ്ടാകുമെന്ന് പറയുന്നത് പോലെ നാളെ കേരളത്തിന്റെ ബിരുദധാരികളിൽ മലയാളിയെ പറ്റി നാം പറഞ്ഞിരുന്നത് പോലെ നാളെ കേരളത്തിന്റെ ബിരുദധാരികളിൽ ഒരു ഹുദവിയെ കാണാൻ കഴിയുമെന്ന ആ ചരിത്രം തിരുത്തി എഴുതേണ്ടി വരുമെന്നാണ് എന്റെ മുമ്പിലിരിക്കുന്ന സദസ്സ് എന്നോട് പറയുന്നത്. അഭിമാനകരമായ നിമിഷമാണ് ഈ സമുദായത്തെ പറ്റിയും ഈ സമൂഹത്തെ പറ്റിയും ഈ സമ്മേളനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നീണ്ട 25 വർഷക്കാലത്തെ അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും ഏറ്റവും വലിയ ചരിത്രമാണ് ഈ 25 വർഷക്കാലം ദാറുൽ ഹുദ എഴുതി ചേർത്തിട്ടുള്ളത് എന്ന് കേരളം വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ബഹുമാന്യനായ ഗവർണർ സൂചിപ്പിച്ചു, ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ചു വളരുന്ന ആളുകൾക്ക് ആത്മീയതയും ധാർമ്മികതയും ഭൗതികവുമായ വിദ്യാഭ്യാസവും ഒരുപോലെ വഴങ്ങുന്നുണ്ടെങ്കിൽ ഈ സദസ്സിൽ നടക്കുന്ന പരിപാടിയെപ്പോലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ എത്തിച്ചു കൊടുക്കാൻ, ലൈവായി എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഒരു മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനമാണെന്ന് അടിവരയിട്ട് പറയാൻ ഒരാശങ്കയും ഒരു മലയാളിക്ക് വേണ്ട എന്ന കാര്യത്തിലും തർക്കമില്ല. മതവും വിശ്വാസവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥ വിശ്വാസി മതേതരവാദിയാണ് എന്നതിന് ആർക്കും തർക്കമില്ല. ആ മതേതരവാദിയായ വിശ്വാസിക്ക് ജന്മം കൊടുക്കുമ്പോൾ തന്നെ ഭൗതികമായ വിദ്യാഭ്യാസം കൂടെ അവന് കൊടുത്ത് സമൂഹത്തിന്റെ ഉന്നമന ജുമാ മസ്ജിദ് അങ്കണത്തിൽ വിശ്രമം കൊള്ളുന്ന നമ്മുടെ എല്ലാമായിരുന്ന പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, വാളക്കുളം ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മർഹൂം CH ഹൈദർ ഉസ്താദ്, MM ബഷീർ ഉസ്താദ് തുടങ്ങിയിട്ടുള്ള ആ മഹത്വക്കളുടെ ശക്തമായ നേതൃത്വത്തിൽ രൂപീകൃതമായിട്ടുള്ള ഈ സ്ഥാപനം ഇന്ന് യൗവനഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 25 വർഷത്തെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലാണ് ഈ സിൽവർ ജൂബിലി ആഗസ്റ്റോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നത്. അവരുടെ ആ കരങ്ങൾ അവർക്ക് ശേഷം ഇത് നേതൃത്വം നൽകുന്നത് കേരള മുസൽമാന്മാരുടെ അനിഷേധ്യനായ അമരക്കാരൻ പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ നിഷ്കളങ്കതയുടെ നിറകുടമായിട്ടുള്ള ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെ പിൻഗാമിയായി എന്തുകൊണ്ടും അർഹനായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, ഈ സ്ഥാപനത്തിന് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ മുഖ്യ കാര്യദർശി ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ്, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥതയുടെ നിറകുടമായിട്ടുള്ള പാണ്ഡിത്യത്തിന്റെ ഉറവിടമായിട്ടുള്ള ബഹാവുദ്ദീൻ ഉസ്താദ്, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷാഫി ഹാജി തുടങ്ങിയിട്ടുള്ള നേതാക്കളും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. ദാറുൽ ഹുദ UG ബ്ലോക്ക് പ്രിൻസിപ്പൽ ഉസ്താദ് പി ഇസ്ഹാഖ് ബാക്കവി ആമുഖ ഭാഷണം നിർവഹിക്കുന്നു. مولانا محمد صلى الله عليه وسلم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين إلى حضرات أصحاب البدريين والعبديين بقية الصحابة والقرابة كلهم أجمعين وإلى حضرات أمهات المؤمنين وإلى حضرات أئمة المجتهدين وإلى حضرة كتب الأقطاب سلطان محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة أحمد البدوي قدس الله سره العزيز وإلى حضرة أبي الحسن الشاذلي قدس الله سره العزيز وإلى حضرة سلطان الهند خواجة معين الدين الجسي الأجميري قدس الله سره العزيز وإلى حضرة زين الدين المخدوم الكبير المعبدي قدس الله سره العزيز وإلى حضرة مولاة نبينا سيد نبي المنبرمي قدس الله سره العزيز وإلى حضرات جميع أولياء الله تعالى من مشارق الأرض إلى مغاربها اللهم بلغ منا تحية وسلاما اللهم اجعل شرفهم على شرفهم اللهم اجعل قدرهم على قدرهم اللهم اجعل منزلتهم على منزلتهم لديك اللهم حسن مرادنا اللهم بلغ مقاصدنا بحقوق هؤلاء الشرفاء المذكورين إلى حضرات آبائنا وأمهاتنا مشايخنا وأساتذتنا